റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പം, അതായത് ഞാൻ പല യൂട്യൂബുകാരുടെയും ഞാൻ വീഡിയോ കാണാറുണ്ട്, പല യൂട്യൂബിലെ വീഡിയോസും ഞാൻ കാണാറുണ്ട്. കാലാകാലങ്ങളിൽ മറുപടി പറയണം എന്ന് തോന്നിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റേതായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ പ്രമുഖ റിവ്യൂവർമാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്കുൾപ്പെടെയുള്ള ചെറിയ ചെറിയ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് ആർക്കൊക്കെ മറുപടി പറയണമെന്നുണ്ടോ ഞാൻ പറയുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ എവിടെയോ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബ് ചാനലുകളിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് മറുപടി പറയുന്നതെന്ന്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് മാത്രമല്ല, ഞാൻ മിക്ക ആളുകൾക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാര്യം അങ്ങനെ നമുക്ക് മറുപടി പറയേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചിലർ എല്ലാം അറിയാവുന്നുള്ള രീതിയിൽ ചില വീഡിയോകൾ ചെയ്തു വെക്കുമ്പം ആ വീഡിയോയ്ക്ക് നമ്മൾ മറുപടി പറയാനോണമെന്ന് നമുക്ക് തോന്നിപ്പോവും. അത് ഒരാൾ പറയുന്നതിനകത്ത് പോയിന്റ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത്തരത്തിലുള്ളൊരു വീഡിയോയ്ക്ക് നമുക്ക് മറുപടി പറയാൻ ആർക്കും സാധിക്കത്തില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പല പ്രാവശ്യം സമർത്ഥിക്കുന്നത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മമ്മൂക്കയുടെ റീ റിലീസിന് അദ്ദേഹത്തിൻ്റെ മറ്റ് റീ റിലീസ് സിനിമകൾക്ക് സംഭവിച്ചത് തന്നെയാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കണം. അതുപോലെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് 19 കോടി തന്നെയാണെന്ന് ഇദ്ദേഹം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും ഏതാണ്ട് 8 കോടി ബഡ്ജറ്റ് അല്ലെങ്കിൽ 9 കോടി ബഡ്ജറ്റോളം മാത്രമാണ് അതിൻ്റെ ഒരു മുതൽ മുടക്കായിട്ട് കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ഈ 19 കോടി കിട്ടിയത് എവിടെ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബുകാർക്കും അദ്ദേഹത്തിൻ്റെ ഫാൻസിനും ഈ 19 കോടി കിട്ടിയത് എവിടുന്നാന്ന് ചോദിച്ചാൽ സുരേഷ് കുമാറിൻ്റെയാണ്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് 19 കോടി എന്ന് പറയുന്നത് സുരേഷ് കുമാർ പറയുന്നത് ഇവർ അംഗീകരിക്കും. 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല എന്ന് പറയുമ്പം ഉടനെ അത് ഗ്രോസ് അല്ല, ഷെയർ ആണ്. പിന്നെ സുരേഷ് കുമാർ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതൊന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇപ്പം ടോമിച്ചൻ മുളകുപാടം തന്നെ വന്നിട്ട് 100 കോടി ബിസിനസ് കളക്ഷൻ നേടിയെന്ന് പറയുമ്പം, ബിസിനസ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ബിസിനസ് കളക്ഷനും അല്ലാതെ തിയേറ്റർ കളക്ഷനും എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ഇവർ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ വളച്ചൊടിക്കും. അതിനൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ സുരേഷ് കുമാർ പറഞ്ഞത് മാത്രമേ ഇവർ വിശ്വസിക്കത്തുള്ളൂ. എന്നിട്ട് ആ യൂട്യൂബർ തന്നെ ചോദിക്കുന്നതാ, പരാജയപ്പെട്ട സിനിമയെ ഞാൻ എങ്ങനെ വിജയിച്ചു എന്ന് പറയുമെന്ന്. ഈ പരാജയപ്പെട്ട സിനിമയെന്ന് ഇദ്ദേഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അപ്പോൾ ഇതിന് നമ്മൾ മറുപടി പറയണ്ടേ? ഇതിനെ എങ്ങനെയാണ് ഇദ്ദേഹം വിലയിരുത്തുന്നത്? ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ പല വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു വടക്കൻ വീരഗാഥയുടെ റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ 1 കോടിക്ക് മേളിൽ ചിലവായിട്ടുണ്ടെന്ന് ഇദ്ദേഹത്തിന് ആധികാരികമായി എന്ത് തെളിവുണ്ട്? ഞാൻ മുമ്പേ പറഞ്ഞ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് അവരെന്തെങ്കിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ? കാര്യം അത്തരത്തിലുള്ള റീ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിയാവുന്ന അവർക്കാണ്. മറ്റുള്ളവർ പറയുന്നതൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു നിർമ്മാതാവാണ് പറയുന്നത് അവർക്ക് എത്ര രൂപ ചിലവായി എന്നുള്ളത്. പിന്നീട് ഞാൻ പറഞ്ഞ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെയും കാര്യം ഇത് തന്നെ. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ആണ് എനിക്ക് മറുപടി പറയാൻ തോന്നിക്കുന്നത്. കാര്യം പരാജയപ്പെട്ട സിനിമയെ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് പറയാതിരിക്കും, വിജയിച്ചു എന്ന് എങ്ങനെ പറയും എന്നൊക്കെയാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന സമയത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ പേരൂടെ മറ്റുള്ളൊരു എന്തെങ്കിലുമൊക്കെ മറുപടി പറയത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം അദ്ദേഹം ആ വീഡിയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ച് ചെയ്യുമ്പം ഞാൻ ഒരിടത്ത് പോലും അത്തരത്തിലുള്ള ഒരു സൂചന ഞാൻ കൊടുക്കാറില്ല. ഇപ്പം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാളുടെ ഒരു കമൻറ്റ് ഞാൻ വായിക്കാൻ എനിക്ക് സാധിച്ചു. അതായത് മറ്റൊന്നുമല്ല, ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു, അത് ചീറ്റിപ്പോയെന്നുള്ളത് ആ കമൻ്റ് ഇട്ട ആളുടെ വെറും തോന്നൽ മാത്രമാണ്. ഒന്നും ചീറ്റിപ്പോയില്ല, എമ്പുരാൻ മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. അതിനകത്ത് എന്താ സംശയം? ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഒരു വീഡിയോയിലൂടെ വ്യക്തമായിട്ടൊരു മറുപടി ഇതാ, അല്ല എവിടെങ്കിലും കൊണ്ടൊന്ന് കമൻറ്റ് എഴുതുന്നതിനകത്തല്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആൾ തന്നെയാണ്. ടൊവിനോ തോമസ് എന്ന് പറയുന്ന ആളും ഇവിടെ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടൻ തന്നെയാണ്. ഇപ്പം 100 കോടി ക്ലബ്ബിൽ ഇവർ കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, ഈ ലാലേട്ടൻ അവകാശപ്പെടുന്ന അണക്കത്ത 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ളവരാണ് അവരും. ആടുജീവിതവും ARM പോലുള്ള സിനിമകളിലൂടെ. അപ്പോൾ അവർ രണ്ടുപേരും എന്തോ ഫാൻസുകാരൊന്നും ഇല്ലാത്ത, ഒരു സ്റ്റാർ വാല്യൂ ഇല്ലാത്ത 2 നടന്മാരാണോ? അപ്പോൾ അത് മൾട്ടി സ്റ്റാർ സിനിമയാണ്. അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു കാര്യം ചെയ്യണമായിരുന്നു, അവരെ രണ്ടുപേരും ഞാൻ മുമ്പ് പറഞ്ഞ കണക്കം ഒഴിവാക്കിയിട്ട് വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആൾക്കാരെ പിടിച്ചുകൊണ്ട് ലാലേട്ടനെ അഭിനയിപ്പിക്കാൻ എന്തായിരുന്നു സിനിമയ്ക്കകത്ത്? ലാലേട്ടനെ പൃഥ്വിരാജിനോട് പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, താനൊരു കാര്യം ചെയ്യും, ഒരു ഡയറക്ടറായിട്ട് നില്ലേ, ഇത് എൻ്റെ സിനിമയാണ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നല്ലോ. അപ്പോൾ അതല്ല, ലാലേട്ടൻ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് സിനിമ എടുക്കുന്നെങ്കിൽ അതൊരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ്. പിന്നെ ഈ യൂട്യൂബറുടെ കുറേ കാലം കൊണ്ടുള്ള ഒരു സംശയമുണ്ട്. അതായത് ഒരു എന്താണ് പറയുന്നത്, ശരി, നമുക്ക് ആർക്ക് കേട്ടാലും ഒരു ലോജിക്ക് ഇല്ലാത്ത രീതിയിലുള്ള സംശയം. അദ്ദേഹം പറയുന്നത്, ഇപ്പം മമ്മൂക്കയുടെ ഒരു സിനിമയ്ക്ക് 3 കോടിയെ നിർമ്മാണ ചെലവായിട്ടുള്ളൂ, 5 കോടിയെ നിർമ്മാണ ചെലവായിട്ടുള്ളൂ, 8 കോടിയെ നിർമ്മാണ ചെലവായിട്ടുള്ളെന്ന് പറയുന്നു. മമ്മൂക്കയുടെ പ്രതിഫലം തന്നെയായിട്ട് 15 കോടിയും ഏതാണ്ട് 30 കോടിയും അല്ലെങ്കിൽ 40 കോടിയൊക്കെ മമ്മൂക്ക പ്രതിഫലം വാങ്ങിക്കുന്നുണ്ടെന്ന്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രതിഫലം മമ്മൂക്കയുടെ സിനിമയ്ക്ക് ബഡ്ജറ്റ് കുറവാണെന്ന് പറയുന്ന മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനിയുടെ സിനിമയുടെ കാര്യം ഈ പറയുന്നത്.
അദ്ദേഹം ഈ പറയുന്ന കാതലും അല്ലെങ്കിൽ നൻപകൽ നേരത്തെ മയക്കവും അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സൺ എന്നൊക്കെ പറയുന്ന സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളാണ്. പക്ഷേ ബസുക്ക എന്ന് പറയുന്നത്, പ്രമയോഗം എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടി കമ്പനിയുടെ സിനിമയല്ല. അതുകൊണ്ട് ബസുക്കയ്ക്കകത്തും പ്രമയോഗത്തിനകത്തും മമ്മൂക്ക 1 കോടിയെ വാങ്ങിച്ചോളൂ, 2 കോടിയെ വാങ്ങിച്ചോളൂ, ഒന്നും വാങ്ങിച്ചില്ല എന്നൊരു മമ്മൂട്ടി ആരാധകനും പറയത്തില്ല. മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും പറയത്തില്ല. കാര്യം അത് മറ്റു നിർമ്മാതാക്കളുടെ സിനിമകളാണ്. ആ നിർമ്മാതാക്കളുടെ സിനിമയ്ക്കകത്ത് മമ്മൂക്ക വാങ്ങിക്കുന്ന പ്രതിഫലം മമ്മൂട്ടി കമ്പനിയുടെ സിനിമയ്ക്കകത്തുനിന്ന് മമ്മൂട്ടിക്ക് എടുക്കണമെന്നില്ല. അത് ആദ്യം എൻ്റെ പൊന്നു സുഹൃത്ത് ഉൾപ്പെടെയുള്ള ലാലേട്ടൻ ഫാൻസുകാർ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ കാതലിൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്ക അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് വേണമെങ്കിൽ പ്രതിഫലം എടുക്കാം, എൻ്റെ പ്രതിഫലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ അത് അത്രയും കൂടിപ്പോവും. പക്ഷേ എനിക്ക് എൻ്റെ പ്രതിഫലം വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്നത് എനിക്ക് ലാഭമാണ്. അതായത് മമ്മൂക്ക എൻ്റെ നിർമ്മാതാവാണ്. മമ്മൂട്ടി കമ്പനിയുടെ അതിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാൾ മമ്മൂക്കയാണ്. അല്ലാതെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ കണക്ക് വല്ലവരുടെയും കമ്പനിയൊന്നുമല്ല. അവിടുന്ന് പ്രതിഫലം എടുക്കണോ, അദ്ദേഹത്തിന് അത് വേണ്ടെങ്കിൽ വേണ്ട. അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് ഒരു 3 കോടി മുടക്കി, അല്ലെങ്കിൽ 5 കോടി മുടക്കി, അല്ലെങ്കിൽ 8 കോടി മുടക്കി, ഒരു 19-20 കോടി കിട്ടി. അതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വേണമെങ്കിൽ ശരി, അദ്ദേഹത്തിന് ലാഭമായിട്ട് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ലാഭം എടുക്കാം. അപ്പോൾ അദ്ദേഹം നിർബന്ധപൂർവ്വം അതിനകത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ വല്ലവരുടെയല്ല. മുമ്പ് ലാലേട്ടനെ കുറിച്ച് ആൾക്കാർ കളിയാക്കി പറയുന്നതാണ്, ആശീർവാദിന്റെ സിനിമകൾ എടുക്കും, എന്നിട്ട് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ലാലേട്ടനാണെന്ന് പറയും. എവിടെ നിന്നാണ് പ്രതിഫലം വാങ്ങിക്കുന്നത്? ആന്റണി പെരുമ്പാവൂരിന്റെ ബാങ്ക് അക്കൗണ്ട് വഴി ലാലേട്ടന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ട് തിരിച്ച് ആന്റണി പെരുമ്പാവൂരിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നത്. അല്ലാതെ ലാലേട്ടൻ ഈ പറയുന്ന കോടിക്കണക്കിന് പ്രതിഫലം കൊടുത്തിട്ട് ഇവിടെ ഏത് പ്രൊഡ്യൂസറാണ് ലാലേട്ടനെ നായനാക്കി ഈ അടുത്ത കാലത്ത് സിനിമ എടുത്തിട്ടുള്ളത്? ലാലേട്ടന് 15 കോടി, 20 കോടി, 30 കോടി, 50 കോടി, അല്ല 100 കോടിയാണ് പ്രതിഫലം. ആരാ കൊടുക്കുന്നത്? ആന്റണി പെരുമ്പാവൂരാണ് കൊടുക്കുന്നത്. ആന്റണി പെരുമ്പാവൂരിന് അവിടുന്ന് കാശ്, ലാലേട്ടന്റെ കാശ് ആന്റണി പെരുമ്പാവൂരിന് കൊടുത്ത്, ആന്റണി പെരുമ്പാവൂരിന്റെ കാശ് ലാലേട്ടന് വന്ന് ലാലേട്ടൻ തിരിച്ച് വീണ്ടും ആന്റണി പെരുമ്പാവൂരിന് കൊടുക്കുന്നത്. അല്ലാതെ ഏത് നിർമ്മാതാവാണ് ലാലേട്ടൻ ഈ പറയുന്ന കണക്ക് 15 കോടി, 20 കോടിയും 25 കോടിയും കൊടുത്ത് ഇവിടെ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പം പറയുമ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഏതാണ്, ആശീർവാദിന്റെ സിനിമ ഏതാണ്, മറ്റു പ്രൊഡ്യൂസേഴ്സിന്റെ സിനിമ ഏതാന്നൊക്കെ. പിന്നെ ബസുക്കയുടെ റിലീസിന്റെ കാര്യത്തിനകത്ത്, ബസുക്കയുടെ എന്ന് പറയുന്ന സിനിമ എല്ലാ സിനിമകളിലും റിലീസ് ചെയ്യുന്ന കണക്ക് ഒരു നല്ല സമയം നോക്കി റിലീസ് ചെയ്യണം. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് ആ സിനിമയുടെ ഒരു ക്വാളിറ്റി പോലെ ഇരിക്കും. എന്താ ഗുണമുള്ള സിനിമയാണോ, അല്ലെങ്കിൽ പ്രേക്ഷകന് കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സിനിമ ഏപ്രിൽ 10 ഇനി ഏത് ദിവസം കൊണ്ടിറക്കിയാലും ആ സിനിമ വിജയിക്കും. ഇനി അത് മോശം സിനിമയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോൾ എമ്പുരാനായാലും ബസുക്കയായാലും ഏത് സിനിമയായാലും മോശമാണെന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുന്നത്, ഇപ്പം എനിക്ക് ആ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിരിക്കുന്ന സുഹൃത്തിന് വേണ്ടിയിട്ട്, ആ സുഹൃത്ത് എൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇപ്പം ഈ പറഞ്ഞ എമ്പുരാൻ മൾട്ടി സ്റ്റാർ സിനിമയാക്കാനും പുലിമുരുകൻ 100 കോടി ക്ലബിൽ കയറിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു എന്ന്. ഞാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം കൂടെ എവിടെ സിനിമയിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ കുറേ സിനിമകളും പിന്നെ 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ട് ഏതോ സിനിമയൊക്കെ എടുത്ത് ടോമിൻ തച്ചങ്കരി പറഞ്ഞ കണക്ക് സിനിമയെ വിട്ട് എവിടെയോ ഓടിപ്പോയിട്ടുള്ള, ഇനി എന്നെങ്കിലും ഒരിക്കൽ ചിലപ്പോൾ സിനിമയിലേക്ക് നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നാണ് ടോമിച്ച മുളകാട്ടത്തിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിനെ എവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് പറഞ്ഞപ്പം അതുകൂടെ പറഞ്ഞു കൊടുക്കണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ബിസിനസ് കളക്ഷൻ എന്ന് പറയരുത്, ഗ്രോസ് കളക്ഷൻ എന്ന് പറയണമെന്ന്. പക്ഷെ അദ്ദേഹം എഴുതിയത് ബിസിനസ് കളക്ഷൻ എന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ വിചാരിക്കും 100 കോടി ഗ്രോസ് കളക്ഷൻ വേറെ, 100 കോടി ബിസിനസ് കളക്ഷൻ വേറെ. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉന്നയിച്ചുകൂടെ ഇവിടെ? പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇപ്പം എമ്പുരാൻ ഒരു മൾട്ടി സ്റ്റാർ സിനിമ അല്ല എന്ന് ഏത് രീതിയിലാണ് പറയുന്നത്? അതുകൊണ്ട് ചീറ്റിപ്പോയെന്നൊക്കെ ഉള്ളത് ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുന്ന സുഹൃത്ത് ഉൾപ്പെടെയുള്ള ചില അതിൻ്റെ, ഞാൻ യൂട്യൂബറല്ല ഞാൻ പറയുന്നത്, എൻ്റെ കമന്റ് ഇട്ടിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ അദ്ദേഹത്തിന് വെറും വ്യാമോഹമാണ്, വെറും തോന്നലാണ്, ഒരു ചീറ്റിപ്പോക്കലും ഇല്ല. നിങ്ങൾ ആ സിനിമ പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം ലാലേട്ടന് മാത്രമല്ല, പൃഥ്വിരാജിനെയും ടൊവിനോ തോമസിനെയും കൂടെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കും. അപ്പോൾ അത് വിജയിച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റും ടൊവിനോ തോമസിനും പൃഥ്വിരാജിനും ഉള്ളതാണ്. ലാലേട്ടന് ഈ മൾട്ടി സ്റ്റാർ സിനിമയ്ക്കകത്തൊന്നും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഇവരെ ആരെയും സഹകരിപ്പിക്കേണ്ട. ലാലേട്ടന് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് അത്ര വലിയ താരമൂല്യം ഇല്ലാത്ത ആൾക്കാരെ വെച്ച് അദ്ദേഹം സിനിമ എടുക്കാൻ ധൈര്യപ്പെടട്ടെ. അദ്ദേഹം ഇപ്പോൾ അത്തരത്തിൽ ധൈര്യപ്പെടാത്തതിന് ഇപ്പോൾ ആരുടെ കുറ്റം കൊണ്ടാണ്? അപ്പം ഈ വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുക. കാര്യം അല്ലാത്തവർക്കാണ്, ഇതുപോലുള്ള ആളുകൾക്കാണ്, എന്നെ പോലുള്ളവർക്ക് മറുപടി കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അതായത് ഇവിടുത്തെ പല ചാനലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്ക് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള പല ആൾക്കാർക്ക്, ഇതുപോലുള്ള ആളുകൾക്കൊക്കെ മറുപടി കൊടുത്തുകൊണ്ടായിരിക്കും ഇപ്പോൾ കൂടുതൽ മണ്ടത്തരങ്ങൾ പലരും വിളിച്ചു പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മറുപടി പറയണമെന്നുള്ളവർക്ക് എല്ലാവർക്കും മറുപടി പറയും. ഇപ്പം തന്നെ എൻ്റെ യൂട്യൂബിൻ്റെ ചാനലിന് താഴെ പലരും വന്നിട്ട് ചില പ്രത്യേക ചാനലുകളുടെ പേരെടുത്ത് പറയാറുണ്ട്, ചേട്ടാ അവർക്കൊന്ന് മറുപടി കൊടു, അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന രീതിയിൽ. അപ്പം ഞാൻ നോക്കുമ്പം അത്രയും കാര്യമായിട്ടുള്ളതൊന്നും അവരാരും പറയുന്നെന്ന് തോന്നിയാൽ അതിന് ഏത് ചാനലായാലും ശരി വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കും. ഇനി അവരുടെ ഭാഗത്ത് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ഒരാളുടെ ഭാഗത്തൊരു പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റും.
ഇല്ലാത്ത പക്ഷം നമ്മൾ എന്തായാലും നമ്മുടെ മറുപടി കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. താങ്ക് യു.